ചളവറയിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പഞ്ചായത്തും നാട്ടുകാരും പ്രക്ഷോഭത്തിലേക്ക്. ക്വാറി വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂലൈ 5 ഞായറാഴ്ച സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാകും ക്വാറി തുടങ്ങിയാൽ പ്രദേശത്ത് നേരിടേണ്ടി വരികയെന്ന് സമരസമിതി കൂട്ടായ്മ ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചളവറ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വാരിയത്തുപറമ്പ് തലച്ചിറമുക്ക് മലയങ്കോട് മലയുടെ സമീപത്താണ് സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങി ക്വാറി തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രദേശവാസികളിൽ ചിലരോട് സ്ഥലം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ട് ക്വാറി ഉടമകൾ സമീപിച്ചതോടെയാണ് അതീവ പരിസ്ഥിതിലോല മേഖലയായ ഇവിടെ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തെക്കുറിച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും അറിയുന്നത്. 24 ഏക്കർ ഭൂമിയുടെ അനുമതിക്കായി ക്വാറി ഉടമകൾ റവന്യൂ വകുപ്പിനെ സമീപിച്ച് അതിർത്തി നിർണയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പിനെയും അനുമതി തേടി ഇവർ ബന്ധപ്പെട്ടതായാണ് വിവരം. സാധാരണക്കാരായ 160ഓളം കുടുംബങ്ങളാണ് ഈ മലയടിവാരങ്ങളിൽ കഴിയുന്നത്. ക്വാറി തുടങ്ങിയാൽ ഇവരുടെ സ്വൈരജീവിതത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, ജീവനും സ്വത്തിനും അത് വലിയ ഭീഷണിയാകും. 2019 പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം കൂടിയാണ് ഇതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ക്വാറിക്കെതിരെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങളെ അണിനിരത്തി പോരാടാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമായാണ് ജൂലൈ 5 വൈകിട്ട് 3 മണിക്ക് കൈലിയാട് ചെറുവത്തൂരിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരുന്നത്. പി മമ്മിക്കുട്ടി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റും സമരസമിതി ചെയർപേഴ്സണുമായ സന്ധ്യ സുരേഷ് അധ്യക്ഷയാവും. മറ്റ് ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുക്കുമെന്നും എന്തു വില കൊടുത്തും ഇവിടെ ക്വാറി ആരംഭിക്കാനുള്ള നീക്കം തടയുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. 2026 ജൂലൈ 5 ഒരു കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഞായറാഴ്ചയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA മമ്മിക്കുട്ടി അവർക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഈ ക്വാറി ഇപ്പൊ ഇവര് കൊണ്ടുവരാൻ പോകുന്ന ആ സ്ഥലത്ത് വലിയ തോതില് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വീട് നിൽക്കുന്ന ഭാഗം ഞങ്ങളുടെ കുറെ കൃഷി സ്ഥലമൊക്കെ അന്ന് ഇത് വന്ന് ഒലിച്ച് നാശമായി പോയിട്ടുണ്ട്. അതിനുശേഷം 2019 നമുക്കുണ്ടായ മഹാപ്രളയ സമയത്ത് ആ സമയത്തും ഒരുപാട് സ്ഥലങ്ങൾ 4-5 ഭാഗങ്ങളിലായിട്ട് ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്വാറി നിൽക്കുന്ന വരാൻ പോണ ഭാഗത്ത് കുറച്ച് നന്നായിട്ട് തന്നെ ഉരുൾപൊട്ടിയിട്ടുണ്ട് 2019. അന്ന് ആ ഭാഗത്തുള്ള 2-3 കുടുംബങ്ങളെ ചളവറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് നടത്തി അവർക്ക് മാറ്റി പാർപ്പിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി. അപ്പൊ ഇങ്ങനെ പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ക്വാറി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഭാഗത്ത് ഒരു 10-200ഓളം വീടുകൾ ഒരു വലിയ ബേജാറിലും അങ്കലാപ്പിലുമാണ് പെടുന്നത്. കാരണം ഈ സംഭവം അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായി നല്ല അന്തസ്സോടുകൂടി ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ്. അവർക്കാണ് ഇപ്പൊ ഈ ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്ന ഈ സംഭവം വരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളാകെ വളരെ എന്താ പറയാ അങ്ങനെ ഒരു വലിയ ബേജാറിലാണ് ഈ സംഭവം വരുന്നു എന്നുള്ളത്. അവിടുന്ന് ഒക്കെ മാറി പോരേണ്ടി വരുമോ എന്നുള്ള ഒരവസ്ഥയിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം അവിടെ അനുവദിച്ചുകൂടാ. ഇത് തടഞ്ഞേ തീരുക. ഇത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വളരെ നേരത്തെ 2 തവണ അവിടെ നാട്ടുകാരുടെ യോഗം വിളിച്ചു കൂട്ടി. പ്രക്ഷോഭ പരിപാടികൾക്കൊപ്പം നിയമപരമായും ക്വാറിക്കെതിരെ നീങ്ങാനുള്ള ശ്രമങ്ങൾ സമരസമിതി ആരംഭിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ സുരേഷ്, വൈസ് പ്രസിഡന്റ് പി ഉണ്ണിയൻകുട്ടി, ക്വാറി വിരുദ്ധ കൂട്ടായ്മ അംഗം കൃഷ്ണപ്രകാശൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കൃഷ്ണൻകുട്ടി, KV ജയൻ മാസ്റ്റർ, ക്വാറി വിരുദ്ധ കൂട്ടായ്മ ട്രഷറർ പി ഹനീഫ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.